അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പരലോകത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാ. നബി തങ്ങളെ ഉപദേശം കൊടുത്തു. പ്രസംഗം കഴിഞ്ഞ് വീടിനകത്തേക്ക് ചെല്ലുമ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓടിച്ചെന്നു. ആയിഷ ബീബിയുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്നിട്ട് ആയിഷയോട് ചോദിക്കുന്നു, ആയിഷ നീ എന്തിനാ കരയുന്നത്? നിനക്കെന്തു പറ്റി ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പേടിച്ച് കരഞ്ഞതാ നബിയേ. ആ പരലോകത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടപ്പോ കരഞ്ഞു പോയതാ നബിയേ. തന്റെ ഭാര്യയാണല്ലോ, പ്രായം കുറഞ്ഞവളാണല്ലോ, സമാധാനിപ്പിക്കണമല്ലോ. കരഞ്ഞ് തളർന്നു കിടക്കുകയാ. നബിതങ്ങളെ കണ്ണുനീര് തുടച്ചു. ആയിഷാനെ സമാധാനിപ്പിക്കുകയാണ്. നബിതങ്ങളുടെ സ്നേഹം കണ്ടപ്പോ ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ ഇഷ്ടമാണോ നബിയേ? എന്നോട് സ്നേഹമാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, വല്ലാത്ത സ്നേഹമാണ് ആയിഷ. നബി തങ്ങളുടെ മറുപടി കേട്ടപ്പോ ആയിഷ ബീവി ചോദിക്കും, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നബിയേ? എന്നെ പരിഗണിക്കുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിക്കുമ്പോ അതുവരെ ചിരിച്ച നബി കരയുകയാ, കണ്ണുനീര് ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്തു പറ്റി നബിയേ? ആയിഷ വല്ലാത്ത ഒരു ചോദ്യമാണ് ആയിഷ. അല്ലാഹുവിന്റെ കോടതിയില് 3 സ്ഥലമുണ്ട് ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. അവിടെ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ, ആ 3 സ്ഥലങ്ങളിൽ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ കണ്ട പരിചയമില്ല ആയിഷ, സ്വന്തം കാര്യമാണ് ആയിഷ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീ. നിന്റെ വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, കൂടപ്പിറപ്പില്ല, എന്തിനാ നിന്റെ അവയവം പോലും നിന്റെ കൂടെ കാണില്ല. അങ്ങനെ എല്ലാവരും കൈയടിക്കുന്ന ദിവസത്തില് അല്ലാഹുവിന്റെ കോടതിയില് പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുമ്പിലൊരു മലക്ക് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിലൊരു മലക്ക് സുജൂദിൽ കിടക്കുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് കിടന്ന് കരയുകയാ. അല്ലാഹു പറയുന്നു, ഇസ്രാഫീൽ എഴുന്നേൽക്ക്, ഇസ്രാഫീൽ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ആ സമയത്ത് ആ മലക്ക് പറയുകയാണ്, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നാളെ ആരും തിരിഞ്ഞു നോക്കാത്ത ദിവസം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.